ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന കേസ് ഡയറി അതായത് കല്യാണപ്രായം എത്തിയിട്ടുള്ള രണ്ട് ആൾക്കാരെ പറ്റിയിട്ടാണ്. ഇവർ കല്യാണം ഉറപ്പിച്ച് ഒരു വർഷമായതിനു ശേഷം ഈ കല്യാണം മുന്നോട്ടേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കി ഈ കല്യാണത്തിന് മുന്നോട്ട് കൊണ്ടുപോകണ്ടല്ലോ എന്നുള്ള ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളൊരു കപ്പിളിൻ്റെ സ്റ്റോറിയാണ്. അപ്പം ഈ കേസ് ഡയറിയിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും അറിയാം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ കേസ് ഡയറികൾ പറയുമ്പോൾ വളരെ അപൂർവമായിട്ടുള്ളൊരു സിംഗിൾ കേസുകൾ അല്ലെങ്കിൽ ഒരാളുടെ കഥ മാത്രമല്ല, ഒരാളുടെ സ്റ്റോറി ലൈൻ മാത്രം ഞാൻ പറയാറില്ല. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് അവരുടെ സ്റ്റോറിയാണോ പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ ചിലപ്പം വരാം. പിന്നെ അത് മാത്രമല്ല, അവരുടെ ഇൻഫോർമേഷൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിംറ്റംസ് മാത്രമാണ് ഞാൻ എടുക്കാറ്, പ്രശ്നങ്ങൾ മാത്രം. ബാക്കിയുള്ള ഈ കേസ് ഡയറിയിൽ പറയുന്ന അവരുടെ ഏജ് അല്ലെങ്കിൽ അവരുടെ സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പറയാറില്ല ഏജും സ്ഥലം. പക്ഷേ ഏജ് ആയാലും സ്ഥലമായാലും അവരുടെ പെങ്ങളെ പറ്റി ആയാലും ആങ്ങളുണ്ട് ഇത്ര കുട്ടികളുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ്. ഒരു കേസ് ഡയറി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഇമാജിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ് ആ ഐഡൻറ്റിറ്റി ഡാറ്റാസ്. പിന്നെ ഒരേ കാര്യം, ഇപ്പോൾ ഈ ഒരു കേസ് ഡയറി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാടെണ്ണം വന്നു കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുക, ഓക്കെ ആൾക്കാരെ ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുമ്പോഴാണ് ആ ഒരു ടോപ്പിക്കിൽ ഞാൻ കേസ് ഡയറീസ് അല്ലെങ്കിൽ ടോപ്പിക്സിൽ ഡിസ്കഷൻസ് ഇവിടെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് കേസ് ഡയറിയിലേക്ക് കടക്കാം. കല്യാണം ഉറപ്പിച്ച പയ്യനും പെണ്ണും കൂടിയാണ് എൻ്റെ അടുത്ത് വന്നത്. സാധാരണ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനാണ് ഇത്തരത്തിൽ ആൾക്കാർ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമൊക്കെ ക്ലിനിക്കിലേക്ക് വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനാണോന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവർ വന്ന ഉടനെ തന്നെ കരുതിയത്. അപ്പോൾ ഈ പയ്യനും പെണ്ണും എൻ്റെ മുന്നിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾ രണ്ടുപേരും കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു വർഷമായി. അതിനുശേഷം ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളൊരു സംശയത്തിലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശരിക്കും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ മുഖം താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പയ്യനാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പം ഈ പയ്യൻ ഇത് പറഞ്ഞതിന് ഉടനെ തന്നെ പെൺകുട്ടി എൻ്റെ മുഖത്ത് നോക്കി, അങ്ങനെയല്ല മാഡം, അത് എനിക്ക് എൻ്റെ ഭാഗം പറയാനുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കുക, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, അതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഒരാൾ മുന്നിലിരിക്കുമ്പോൾ പറയാനുള്ള എന്തെങ്കിലും ഒരു മടി, നമ്മൾ കുറ്റം പറയില്ല, എന്നാൽ ഒരാൾ മുന്നിലിരുത്തി ഒരു സാധനം പറയുമ്പോൾ നമ്മൾക്ക് മറ്റേ ആൾക്ക് എന്തെങ്കിലും തോന്നുമോ എന്ന് പറയുന്ന ആൾക്കും തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ സാധാരണ കേസുകളിൽ കപ്പിൾ തെറാപ്പീസിൽ പറയുന്ന പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ഒരു സംഗതി നമ്മൾ കൊടുത്തു. പയ്യൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ ഞാൻ പുറത്ത് കുറച്ച് നേരം ഇരുന്നോളാന്ന് പറഞ്ഞു. പയ്യൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മാഡം കല്യാണം ഉറപ്പിച്ച അന്ന് മുതലേ കുറച്ച് പ്രശ്നങ്ങളാണ്. ആദ്യത്തെ 2-3 ദിവസം മാത്രമേ ഒരു പരിചയപ്പെടുന്ന ആ ഒരു കുറച്ച് ദിവസം മാത്രമേ ഒന്ന് കുഴപ്പമില്ലാണ്ട് ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ത്രൂ ഔട്ട് ഈ ഒരു 365 ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനും പ്രഷറും, എനിക്ക് എൻ്റെ ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മാരേജ് എന്നൊക്കെ പറഞ്ഞൊരു പങ്കാളി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാൻ ഇമാജിനേഷൻ ചെയ്തത്. നമുക്ക് നമ്മുടെ കൂടെ ഒരു കമ്പാനിയനായിട്ട് എല്ലാം പറയാൻ പറ്റുന്ന ഒരു ഭാര്യ, എന്ത് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ച് എന്താകും എന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരാതെ എന്തും പറയാൻ പറ്റുന്ന ഒരു പങ്കാളി. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, എല്ലാ കപ്പിൾസിനും എല്ലാവർക്കും, ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ അങ്ങനെ തന്നെയാണ് അവരുടെ ആഗ്രഹം ഉണ്ടാവുക. എന്താ താങ്കൾക്ക് ഉണ്ടായ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു 3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം തൊട്ടേ തുടങ്ങിയതാണ്, നിങ്ങൾ എനിക്ക് സമയം ചിലവാക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയല്ലേ വലുത്, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളല്ലേ, പെങ്ങളെ മക്കളല്ലേ വലുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവൾ പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര സെൽഫിഷാണ്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റില്ല, പോസസീവ്നെസ് ആണ്. അപ്പോൾ ഒരാൾ ഒരു സുഹൃത്തുക്കളെ ഇവർക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ പാടില്ല അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ശരിക്കും ഇവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത്? നമ്മളെ തന്നെ ഇങ്ങനെ പിടിച്ചിരുത്തി അവരുടെ കഥകൾ പറയുമ്പോൾ ഞാൻ എന്ത് കഥകളാണ് പറയുന്നത്? ഒന്നുമില്ല, കാര്യമായിട്ട് അവളെ കാര്യം ഒന്നും അവൾ ഷെയർ ചെയ്യില്ല. അന്ന് നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അതിനൊക്കെ ഞാൻ ഇങ്ങനെ മൂളി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഒക്കെ ആണോ എന്ന് എനിക്ക് ഒരുപാട് തോന്നി, അതോ പക്വത ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് ഒരുപാട് തോന്നി. അപ്പോൾ ഞാൻ ആകെ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്വന്തം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തിലൊക്കെ പറഞ്ഞു, നീയും ഞാനുമായിട്ട് ഒരു അടുപ്പമൊക്കെ ഉണ്ടായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പം എന്തായാലും എനിക്ക് എൻ്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ആയിരിക്കുമല്ലേ ഇമ്പോർട്ടൻസ്, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരും, നമ്മൾ പരിചയമൊക്കെ ആയി വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ഇത്
പറയാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇവൾ പിന്നെ അത് പറയാൻ തുടങ്ങി. നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും പെങ്ങളും അല്ലേ ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവൻ കുറേ നോക്കിയിട്ട് ഇവൾക്കിത് മനസ്സിലാവുന്നില്ല. ഞാൻ അന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാനന്ന് അത് ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ഉദ്ദേശിച്ചത്, അല്ലാതെ നിന്നെ പറഞ്ഞതല്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, വേറെ എന്തൊക്കെയാണ് കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഒരു ദിവസം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് ഫോണിലൊക്കെ സംസാരിക്കുമല്ലോ അധികം ആൾക്കാർ. അപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ ഉടനെ പെങ്ങളെ മോള് എന്തോ ഒരു കാർട്ടൂണിൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പെങ്ങളെ മോൾ ഓടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് മോളെ, നല്ല രസമുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവള് കട്ടാക്കിപ്പോയി. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്തപ്പോൾ ചോദിച്ചു നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കി എന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ എന്തോ പോലെ, അതേപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഹാങ്ങറിൽ നിന്ന് എടുക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് അമ്മയോ ആരെങ്കിലുമൊക്കെ റൂമിലേക്ക് വന്നാലോ ഒക്കെ ഇതേപോലെ കട്ടാക്കിപ്പോവും. അപ്പം ഞാൻ ആദ്യത്തിൽ ഇതെന്താ ഫോണ് കട്ടായി പോകുന്നതാണോ എന്താ, പിന്നീട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നും കച്ചറയാണ്. ഫോൺ ബ്ലോക്ക് ചെയ്ത് പോവും, ഫോൺ ഓഫാക്കി കിടന്നുറങ്ങും, പിണങ്ങി നിൽക്കും, ഒരുപാട് ദിവസങ്ങൾ സംസാരിക്കൂല. ഞാൻ ആകെ ഇത് എന്താണെന്ന് പറയാൻ പറ്റാതെ, എനിക്ക് വീട്ടിൽ പോലും ഇത് പറയാൻ പറ്റുന്നില്ല. അറേഞ്ച് മാരേജ് ആണ്, അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല, അറേഞ്ച് ആയിട്ട് അലയൻസ് വന്നതാണ്. അപ്പോൾ അറേഞ്ച് മാരേജ് പോലെ ഇങ്ങനെ എൻഗേജ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാരേജ് വേണോ, എനിക്ക് ആകെ കൂടി കൺഫ്യൂഷനായി, ഇനി മാരേജ് തന്നെ വേണോ, ഇനി ഇങ്ങനെയാണോ എല്ലാ മാരേജും എന്നൊക്കെയായിരുന്നു ഈ പയ്യൻ എന്നോട് ചോദിച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടീനെ എൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. എന്നിട്ട് അവളെ പരിചയപ്പെട്ടു, അവളുടെ വീട് കാര്യങ്ങൾ, അങ്ങനെ അവളുമായിട്ട് റാപ്പോ ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം. അവൻ്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഭാഗം പറയും, എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ മാഡം ഞാൻ ആകെ സങ്കടത്തിലാണ്, ഞാൻ കല്യാണം ഇതേപോലെ തന്നെ ഈ പയ്യൻ പറയുന്ന പോലെ തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നോടൊരു സ്നേഹം ഇതുവരെ കാണിച്ചിട്ടില്ല, എനിക്ക് വേണ്ടി സമയം ചിലവാക്കിയിട്ടില്ല, എനിക്കിത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ രണ്ടുപേരും ഇത് മുന്നോട്ട് പോകൂല എന്നുള്ള രീതിയിലേക്കാണ് ഇനീഷ്യൽ സെഷനിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടോ, പറഞ്ഞു ഫ്രണ്ട്സൊക്കെ ഉണ്ട് മാഡം, പക്ഷെ ഞാൻ എല്ലാവരെയും ഒഴിവാക്കി, ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഇവന് വേണ്ടി മാത്രം ഞാൻ ഇരിക്കുകയാണ്, ഞാൻ എൻ്റെ സമയം മൊത്തം ഇവന് വേണ്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാണ് അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഒഴിവാക്കിയത്. ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺപിള്ളേരെ ഒഴിവാക്കും, എന്തെങ്കിലും പൊസസീവ്നെസ് തോന്നണ്ട, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഫെയ്ഡഡ് ആയി പോകും ബന്ധങ്ങളൊക്കെ, മറ്റ് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ. പക്ഷേ പെൺസുഹൃത്തുക്കളെ അങ്ങനെ എല്ലാ ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും വീട്ടുകാരായിട്ടുള്ള അടുപ്പം വരെ ഉള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കുറച്ചു എന്ന് എന്നോട് പറഞ്ഞു. അത് വലിയ സംഭവമായിട്ടാണ് പറഞ്ഞത്. ഞാൻ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എല്ലാവരെയും ഞാൻ ത്യജിച്ചിട്ട് ഇവന് വേണ്ടി നിന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സുഹൃത്തുക്കൾ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക് എന്തിനാണ് അതങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവള് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി നിങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഹൗ വാസ് യുവർ ഡേ എന്നുള്ള ഒരു ചോദ്യം അതെല്ലാ കപ്പിൾസും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് നടന്നത്. എന്താ വെച്ചാൽ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി എന്തായാലും ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ഒരു മനുഷ്യൻ എന്തായാലും ജോലിക്ക് പോകും. അപ്പം പെണ്ണും ചെക്കനും ഇതേപോലെ ജോലിക്ക് പോയി വന്നു കഴിയുമ്പോൾ ആ ഒരു സമയത്ത് എന്തൊക്കെ നടന്നു എന്നുള്ളത് ഷെയർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഷെയറിങ് കപ്പിൾസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പോൾ അതൊന്നും ഈ കുട്ടി ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ പിന്നെ നിങ്ങൾ ഈ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളൊന്നും ഇല്ല മാഡം, ചില ദിവസമൊക്കെ ഇപ്പോൾ 1 മണിക്കൂർ, എൻ്റെ മറ്റേ ഫ്രണ്ട് ഇത്ര മണിക്കൂറോളം സംസാരിക്കും, രാവിലെ പുലർച്ചെ ആവുന്നത് വരെ സംസാരിക്കും. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താണ് ഈ സംസാരിക്കുന്നത്, ഒന്നുമില്ല എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും ഒരു കഥയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും കൂടെ തന്നെ വേണം, എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കണം, ഇതാണ് ആവശ്യം. ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് തന്നെ തോന്നി ഈ 2 പേരും ശരിക്കും കല്യാണം വേണ്ടാന്ന് പറയായിരുന്നു. എന്താ വെച്ചാൽ ഒരു കൗൺസിലിങ്ങിനൊന്നും വന്നില്ലായിരുന്നെങ്കിൽ ഇവർ കല്യാണം വേണ്ടാന്ന് പറയായിരുന്നു. ശരിക്കും ആ ഒരു ലെവലിലേക്ക് രണ്ടാളും ഒരേപോലെ തന്നെ ഫെഡപ്പായി, ഒരേപോലെ തന്നെ സങ്കടത്തിൽ. ഇപ്പോൾ പയ്യന് പയ്യൻ്റേതായ കാര്യങ്ങൾ പറയാണ്ട്, പെണ്ണിന് പെണ്ണിൻ്റേതായ കാര്യങ്ങളും പറയാനുണ്ട്. അവൾക്കും വിഷമമാണ്, സങ്കടമാണ്, സമയമില്ല. അവനാണെങ്കിൽ ഇതിനെക്കൊണ്ട് ശരിക്കും ഒരു ടോക്സിക് റിലേഷൻ പോലെ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വെറുതെ ഒരു രസത്തിന് ചോദിച്ചു, ഇവർ 2 പേരെയും കൂടി ഇരുത്തിയ ഏതോ ഒരു സെഷനിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നാട്ടുകാരൊക്കെ ചോദിച്ചാൽ എന്താ പറയുക,
എന്താണ് നിങ്ങളുടെ ഒരു അനാലിസിസ് ഈ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചതിൻ്റെ? അപ്പോൾ അവർക്ക് അതിനൊരു ഉത്തരമൊന്നും പറയാനില്ല. എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ള ഒരു സാധനം ഇതാണ്. നമ്മളൊരു ബന്ധം വേർപിരിയുമ്പം ഒരുപാട് ഡിവോഴ്സ് കേസുകളിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ്, എന്തിനാണ് ഡിവോഴ്സ് ആയതെന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട് പറ്റുന്നില്ല, ഒരു കാര്യപ്പെട്ട കാര്യം പറയാനായിട്ട് പറ്റുന്നില്ല. ഇതിനാണോ നീ ഡിവോഴ്സ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും പ്രശ്നം? ഞാൻ എൻ്റെ പ്രശ്നം മൊത്തം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ എതിരെ നിൽക്കുന്ന ആൾ ചോദിക്കും, അപ്പോൾ എന്താ ശരിക്കും പ്രശ്നം എന്ന് പിന്നെയും ചോദിക്കുന്നു. അപ്പോൾ ഇവർ ചോദിക്കും, ഇതൊന്നും ഒരു പ്രശ്നമല്ലേ അപ്പോൾ ഡിവോഴ്സിന് എന്നുള്ള രീതിയിലേക്ക് മനസ്സിൽ ചിന്ത വരും എന്നുള്ളത്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ് വലിപ്പിക്കാനായിട്ട് പറ്റണില്ല എന്നൊക്കെ. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡീപ്പർ അനാലിസിസ് നമ്മളിവിടെ നടത്തുന്നില്ല. ഇപ്പോൾ ഈ ഒരു 2 കപ്പിൾസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ആക്ച്വലി പ്രശ്നമെന്ന് ഈ പയ്യന് മനസ്സിലായിട്ടില്ല. അവൾക്ക് എന്താണ് ശരിക്കും വേണ്ടത്, എന്തിനെ കൊണ്ടിട്ടാണ് ഈ കുട്ടി ഈ കാർട്ടൂൺ ഡ്രോയിങ് കാണിച്ചു തരാൻ വന്നപ്പോൾ തന്നെ ഇവൾ കട്ട് ചെയ്ത് പോയതെന്ന് അവനറിയില്ല, അല്ലെങ്കിൽ അവൾ എന്തിനാണ് കട്ട് ചെയ്ത് പോയതെന്ന് അവൾക്കും അറിയില്ല. അപ്പോൾ എന്താണ് ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു എന്താണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലോ നല്ല കുറച്ച് ലോജിക്കൽ റീസണിങ് ഉള്ള ഏതെങ്കിലും സുഹൃത്തിൻ്റെ അടുത്ത് ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കുറേയൊക്കെ മനസ്സിലാവും. എന്നിട്ടും ക്ലിയർ ആവണില്ലെങ്കിലാണ് നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് തേടിയിട്ട് വരേണ്ടത്. പിന്നെ കുറേ ആൾക്കാർക്ക് ഈ പരിചയമുള്ള ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ വെറുതെ അവൻ്റെ കുറ്റം എൻ്റെ സുഹൃത്തിനോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ പിന്നെ ഫാമിലിയുള്ള ആൾക്കാരും നമ്മളറിയുന്ന സുഹൃത്തുക്കളാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചിലപ്പം പറയും. അല്ലെങ്കിൽ ഞാനൊരു വാശിക്കാരിയാണെന്ന് അറിയുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ നിൻ്റെ വാശിയായിരിക്കും എല്ലാത്തിനും പ്രശ്നം എന്ന് ചിലപ്പം ബയാസ്ഡ് ആയിട്ട് പറയുന്നൊക്കെ കരുതുന്ന തരത്തിലുള്ള കേസുകളാണെങ്കിലും വേഗം തന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ ഈ കേസിൽ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് ശരിക്കും ഉണ്ടായത്. അപ്പോൾ ഇവരൊരു ഡീപ്പർ അനാലിസിസ് നടത്തിയിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവൾക്ക് വേണ്ടി സമയം കിട്ടണം, അത്രയേ ഉള്ളൂ. അവൾക്ക് വേണ്ടി സമയം കൊടുക്കാത്തതിനെ കൊണ്ടിട്ടാണ് ഈ അമ്മേനോട് ചെയ്യുന്നതും ഈ പെങ്ങളുടെ കുട്ടി വന്നപ്പോഴും അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കുള്ള ഒരു കാര്യം ചെയ്യുന്നതും അവരോട് സംസാരിച്ചിരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. ഈവൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും പോകുന്നതോ വിളിക്കുന്നതോ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇത്തരം ബന്ധത്തിൽ എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പയ്യന്മാർക്കും ഭയങ്കര ദേഷ്യം വരും, ഒരു റിവെഞ്ച് മോഡിലേക്ക് ഇവർ പോകും. അപ്പോൾ ഇവർ പറയും നീയും ഫേസ്ബുക്ക് യൂസ് ചെയ്യണ്ട, അങ്ങനെയാണെങ്കിൽ നീയും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ്ട, നീയും ഫ്രണ്ട്സിനെ കാണാൻ പോകണ്ട. അപ്പം പിന്നെ പെൺകുട്ടിയും പറയും നിങ്ങളും പോകണ്ട, ആയിക്കോട്ടെ. 2 പേരും കൂടി അങ്ങനെ കെട്ടി ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ കുളത്തി കെട്ടി പറഞ്ഞ പോലെ 2 പേരും കൂടെ പിന്നെ അങ്ങോട്ടേക്കൊരു റിവെഞ്ച് മോഡിലായിരിക്കും. അങ്ങനെ കുറേ വർഷങ്ങളോളം എത്രയോ വർഷം പോയിട്ട് പിന്നീട് ഒരു കോംപ്രമൈസ് ഒക്കെ ആയി ഫോൺ വരെ പിന്നീട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ട്. 2 പേരും കുടുംബത്തിലെല്ലാവരും കൂടെ ചർച്ച നടത്തിയിട്ട് 2 പേരും സാധാ ലോക്കൽ ഡബ്ബ ഫോൺ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഫോൺ യൂസ് ചെയ്താൽ മതി, ഫേസ്ബുക്കും സാധനങ്ങളൊന്നും 2 പേർക്കും സോഷ്യൽ മീഡിയ വേണ്ടെന്ന് പറഞ്ഞിട്ട് 4-5 കൊല്ലം ഫോൺ യൂസ് ചെയ്യാണ്ട് നടന്ന, അല്ലെങ്കിൽ ചെറിയ ഫോൺ മാത്രം യൂസ് ചെയ്ത് പോയൊക്കെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിന് പരിഹാരം അതല്ല. അപ്പോൾ ഈ കേസിൽ ഞാൻ ഒരു മൊറൽ പ്രിൻസിപ്പിൾസൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് ഒരു മനുഷ്യൻ ഒരാൾ കല്യാണം കഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എന്നെ ഒരു ഹയർ പൊസിഷനിലേക്ക് എൻ്റെ എല്ലാത്തിലും, എൻ്റെ കരിയറിലും, എൻ്റെ ഫാമിലിയിലും, എൻ്റെ എല്ലാ റോൾസിലും ഞാനെന്ന വ്യക്തി ഇപ്പോൾ ഒരു അമ്മയായിരിക്കും, മോളായിരിക്കും, പെങ്ങളായിരിക്കും, അല്ലേ, സുഹൃത്തായിരിക്കും, പല റോൾസിലും ഞാനുണ്ടാവും. അപ്പം ആ റോൾസിലൊക്കെ എനിക്കൊരു 100-ൽ 100 മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 100-ൽ ഒരു 80 മാർക്കെങ്കിലും എനിക്ക് കിട്ടുന്ന തരത്തിലേക്ക് എൻ്റെ റോൾസുകൾ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കേണ്ടതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചുമതല. അതേപോലെ തന്നെ എനിക്കൊരു ചുമതലയുണ്ട്, ഭാര്യ എന്നുള്ള നിലയിൽ എൻ്റെ ഭർത്താവ് ഹാപ്പിയാണോ, അയാളുടെ കരിയറിൽ അയാൾ ഹയർ പൊസിഷനിലേക്ക് എത്തുന്നുണ്ടോ, സക്സസ് ഉണ്ടാവുന്നുണ്ടോ, അയാളുടെ ബന്ധങ്ങളിൽ അയാൾക്ക് ക്വാളിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടോ, അതായത് അയാളൊരു ഹസ്ബൻഡായിരിക്കും, ഫ്രണ്ടായിരിക്കും, ആങ്ങളയായിരിക്കും, വാപ്പയായിരിക്കും, ഇതിലൊക്കെ അയാൾക്ക് 100-ൽ 100 മാർക്ക്. അതായത് ഒരു മോൻ എന്ന നിലയിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു 100-ൽ 100 മാർക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുപ്പിക്കേണ്ട ആൾ ഞാൻ കൂടിയാണ്, ഞാനത് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ ഒരു ഭാര്യയുടെ ചുമതലയാണത്. അതായത് പലപ്പോഴും നമ്മൾ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ ഉമ്മേനെ വിളിക്കാഞ്ഞ്, നിങ്ങളെന്താ ഇവരെ വിളിക്കാഞ്ഞ്, നിങ്ങൾ പെങ്ങന്മാരൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കിക്കൂടെ, നിങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നല്ലപോലെ ഇങ്ങനെയൊക്കെ ചെയ്യും, ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ്, അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ എല്ലാ റോൾസുകളിലും, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഒരു
അച്ഛൻ എന്ന നിലയിൽ, ഒരു മോൻ എന്ന നിലയിൽ, അങ്ങനെ എല്ലാ റോൾസുകളിലും പിന്നെ ഒരു സെൽഫ് എന്ന റോൾസും കൂടെ, അതായത് അയാളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ലേ എന്നുള്ള. സുഹൃത്ത് ബന്ധങ്ങളിലൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഗ്രോത്ത് ഉണ്ടാവും. നല്ല രീതിയിൽ ബിസിനസ് ചർച്ചകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും ബിസിനസ് ഏരിയയിലും കരിയറിലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഫ്രണ്ട്സ് പാടില്ല, അത് പാടില്ല, ബന്ധം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്? അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പെണ്ണിനെ പറയുക അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ചെയ്യണമെന്ന് പറയില്ല. ഒരു ഭർത്താവായാലും ആണായാലും പെണ്ണായാലും ഒരു കപ്പിൾ എന്നുള്ള രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകണം. അപ്പോൾ ആ ബന്ധങ്ങളിൽ ഇപ്പോൾ പെൺകുട്ടീൻ്റെ റോളിൽ അമ്മയാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, സുഹൃത്താണ്, അനിയത്തിയാണ്, ഇങ്ങനത്തെ പല റോൾസുകളുണ്ട്. അപ്പം ഞാനെന്ന വ്യക്തി ഇപ്പം എൻ്റെ അനിയത്തിമാരോട് എനിക്ക് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഞാൻ നല്ലൊരു സിസ്റ്ററായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ അവർക്ക് എന്നെ എപ്പോൾ ആവശ്യമുണ്ടോ അത് ഞാൻ കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യണം. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിക്കണം, നീ എന്താ അവൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ട് നീ പോയി ഒന്ന് അവളോട് ഒരു 10 മിനിറ്റ് സംസാരിക്കാഞ്ഞത് എന്ന് ചോദിക്കും. അപ്പം നമ്മളെ റോൾസിൽ 100ൽ ഒരു 80% നമുക്ക് മാർക്ക് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഹാപ്പിനെസ്സിനെ തേടി പോകുന്ന, അല്ല ചിലപ്പോൾ നമുക്ക് തന്നെ മടിയുണ്ടാവും നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ മടിയുണ്ടാവും. മടി മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പുഷ് ചെയ്ത് നമ്മളെ ഹൈറ്റ്സിൽ എത്തിക്കണം. അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ ഹൈറ്റ്സിലേക്കും ഭർത്താവ് ഭാര്യയുടെ ഹൈറ്റ്സിലേക്കും എത്തിക്കുന്ന രീതിയിലേക്കുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കപ്പിൾസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കേസ് ഡയറിയിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളായ ഒരു സാധനങ്ങളെ പറ്റിയിട്ടൊന്നും ഒരു കഥയില്ല. ആ പയ്യൻ്റെ സുഹൃത്തുക്കൾ ആരാണോ, ആ പയ്യൻ്റെ അമ്മയായിട്ട് എന്ത് റിലേഷൻഷിപ്പിലാണ്, നല്ല ബന്ധമാണോ, ആ പയ്യൻ പെങ്ങളെ മര്യാദയ്ക്ക് നോക്കുന്നുണ്ടോയെന്നോ, അല്ലെങ്കിൽ ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഗ്രോത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തതെന്നോ അയാൾ എന്നോട് പറഞ്ഞത്. അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ച സമയത്ത് ആ പയ്യൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സമാധാനമേ ഇല്ല, കരിയറിലൊക്കെ ഫുള്ള് പ്രശ്നങ്ങളായി, ജോബിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി, ഇതൊന്നും അവൻ ഇവളോട് ഷെയർ ചെയ്തിട്ട് പോലും ഇല്ല, ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഈ കല്യാണം കഴിച്ച ഒരു കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിളായിട്ട് കമ്മിറ്റഡായി നിന്നതിൻ്റെ എന്താണ് അതിലൊരു യൂസ്? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവർക്ക് കുറച്ചും കൂടി ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ ബോധം വരാൻ തുടങ്ങി. ശരിയാണല്ലേ മാഡം? അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിച്ചു. കുറച്ച് സെഷൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നമ്മൾ കാണുന്നതാണ് നമ്മുടെ കാഴ്ച. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെ പാരൻറ്റിങ്ങിൽ പഠിക്കുന്നതല്ലേ. അതായത് ഞാൻ എന്ന വ്യക്തിത്വം, എൻ്റെ പേഴ്സണാലിറ്റി, ഞാൻ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ട കാഴ്ച, എൻ്റെ നേച്ചറും നർച്ചറുമാണ് എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീ എന്ന വ്യക്തി നീ കണ്ട കാഴ്ചയാണ്, നിൻ്റെ പാരൻസ് എങ്ങനെ, അല്ലെങ്കിൽ നീ കണ്ട സിനിമയിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്ന് വരെയുള്ളത് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നീ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എങ്ങനെ ഒരു നല്ല ഭാര്യയാവാം, അല്ലെങ്കിൽ ഒരു ഭാര്യേൻ്റെ റോൾസ് എന്താണ്, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ റോൾസ് എന്താണെന്നൊന്നും ഇതുവരെ അങ്ങനെ ഒരു ഡീപ്പറായ ഒരു അനലൈസിസ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനെക്കൊണ്ടാണ്. അപ്പം നമ്മളുടെ ബന്ധങ്ങളിൽ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മാരേജ് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം പറയാൻ പറ്റുന്നില്ലാത്ത ഒരുപാട് കപ്പിൾസിന് ഇതേപോലത്തെ ഡീപ്പർ അനാലിസിസ് ചെയ്യാത്തതിനെ കൊണ്ടിട്ടാണ്. ശരിക്കും ഇവിടെ എന്തിനാണ് അവൾ ഈ സാധനങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ അവൾക്ക് ഒന്നാമത്തെ ഈ കാര്യത്തിൽ പക്വതയില്ല, ഇത്തരം കാര്യങ്ങൾ അറിയില്ല. ഇവനാണെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അവൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു ഭാര്യ ചെയ്യേണ്ടതെന്നുള്ള കാര്യവും അവൾക്ക് അറിയില്ല. ഇവൻ്റെ പ്രശ്നങ്ങൾ അവൾ കേട്ടിട്ടില്ല, അതിനുള്ളൊരു ക്ഷമ അവളും കാണിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും ഈ ബന്ധങ്ങളിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡീപ്പർ അനാലിസിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്ഷമ വേണം. എന്താണ് ഇതിൻ്റെ റൂട്ട് കോസ്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ ഞാൻ കമ്മിറ്റഡായ കല്യാണം ഉറപ്പിച്ച വ്യക്തിയും തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് എൻ്റെ എന്തെങ്കിലും പേഴ്സണൽ കാര്യമാണോ, എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യത്തിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണോ, അതോ ഭർത്താവിന് എന്തെങ്കിലും എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവുമോ എന്നുള്ള ഒരു അനാലിസിസ് നടത്താതെ ഇമോഷൻ്റെ പുറത്ത് ജഡ്ജ് ചെയ്തങ്ങാട്ട്, ഈസിലി ജഡ്ജ് ചെയ്തങ്ങാട്ട്, നിങ്ങൾക്ക് എന്നെ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളെ അമ്മയും പെങ്ങന്മാരും അല്ലേ, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ഫ്രണ്ട്സ് അല്ലേ ഇമ്പോർട്ടൻറ്റ്, നിനക്ക് റീൽസൊക്കെ ഇടുക, ഇതൊക്കെയല്ലേ നിൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്ന ഈ ഡയലോഗുകൾ ഉണ്ടല്ലോ, ഇത് ചിലപ്പോൾ മനസ്സിൽ ആഴത്തിൽ മുറിവുകൾ ഏൽപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മുറിവുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ റിവെഞ്ച് മോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാലം പോകും ബാറ്ററി ലൈഫ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പോയിട്ട് ഡിവോഴ്സിൽ എൻഡപ്പ് ആവും. ഇങ്ങനെയാണ് ഒട്ടുമിക്ക കേസുകളിലും കണ്ടിട്ടുള്ളത്.
കുറച്ച് സെഷൻസുകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു ഒരു 5-8 സെഷൻസുകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടുപേരും വേറെ വേറെ ഇരുത്തിയും ഒരുമിച്ച് ഇരുത്തിയൊക്കെ സെഷൻസുകൾ ചെയ്ത് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ശേഷം ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടെ റോൾസുകളിൽ ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളോ ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞാനെന്ന റോളിൽ നിന്നുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ചുമതലകളെന്ന് അറിയാതെ റെസ്പോൺസിബിലിറ്റീസ് അറിയാതെ എന്തെല്ലാമൊക്കെയോ കഥയില്ലാണ്ട് കാണിച്ചു കൂട്ടിയതായിരുന്നു. അപ്പോൾ അതിനൊരു തിരിച്ചറിവ് വന്നേ പിന്നെ ഇവർ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരു 4-5 സെഷൻസൊക്കെ കഴിഞ്ഞാൽ പിന്നെ തന്നെ രണ്ടുപേരും പോസിറ്റീവ് റെസ്പോൺസുകൾ പറയാൻ തുടങ്ങി. സെഷന് വരുമ്പോൾ ആഴ്ചക്ക് സെഷന് വരുമായിരുന്നു. നമ്മൾ ടൈമും ഡേറ്റൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. ആ ടൈമിന് അവർ കറക്റ്റ് വരും. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് പറയാൻ തുടങ്ങി. അവളിപ്പോൾ കുറച്ചും കൂടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ഒരാഴ്ചയായിട്ട് അങ്ങനെ ഫോൺ വെച്ചിട്ടൊന്നും പോയിട്ടില്ല, അമ്മേനോടൊക്കെ ഫോണിൽ സംസാരിച്ചു, എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്, വർക്കൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഇങ്ങനത്തെ ആദ്യം തന്നെ ഇവർ വന്നിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും കേട്ടിരുന്ന് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു അനാലിസിസ് നടത്തി അതിനൊരു തെറാപ്യൂട്ടിക് മോഡലിലേക്ക് ഇട്ട് എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് ശരിക്കും അനലൈസ് ചെയ്ത് ഒരു തെറാപ്പി ചൂസ് ചെയ്ത് അത് ഇവരിൽ ഇങ്ങനെ പരീക്ഷിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്ന സെഷനുകളിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു 4-5 പേഷ്യൻറ്റിനെ കാണുന്നുണ്ടെങ്കിൽ 1-2 പേരുടെ ഇനീഷ്യൽ സെഷൻ ആയിരിക്കും, 2-3 പേരുടെ സെഷൻ കഴിയാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ലൈഫ് ബാലൻസ് ചെയ്യുന്നത്. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ കഥ ഇങ്ങനെ പ്രശ്നങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തലപെരിക്കൂലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ നമ്മൾ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴും ചില പേഷ്യൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുമ്പോൾ നമുക്കതൊരു ത്രില്ലാണ്. ഒരു പാഷനുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രില്ലിൽ ഭയങ്കര രസമാണ്. അത് പേഷ്യൻസിനെ കൊണ്ട് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കുന്ന കാണുമ്പോൾ ഓരോ ജീവിതത്തിൽ നമ്മൾ ഒരാളെ കൊണ്ട് അവരുടെ ജീവിതവും അവർക്ക് ശരിക്കും എന്താ പറയുക ബൾബ് കത്തുക എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് കഥ വന്ന് മനസ്സിലായി അവർക്ക് തിരിച്ചറിവ് വന്ന് അവരുടെ ലൈഫിൽ സ്മൂത്ത് ആകുമ്പോൾ ഒരുപാട് ക്ലയൻസുകൾ ഇപ്പോഴും പറയാറുണ്ട്, മാമിനെ അന്ന് വന്ന് കണ്ടതിനെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോട് എല്ലാവരും പറയലുണ്ടാവും, നിങ്ങളന്ന് വന്ന് കണ്ടതിനെ കൊണ്ടിട്ടാണ് നമുക്ക് ശരിക്കും മനസ്സിലായത്, ഇപ്പോൾ അടിപൊളിയായി ജീവിക്കുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലയൻസുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഒരുപാട് ക്ലയൻസുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ക്ലയൻസുകളെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്റ്റോറിയിൽ ഇന്ന് കേസ് ഡയറിയിൽ പറഞ്ഞ ക്ലയൻറ്റും അടിപൊളിയായി പിന്നീട് കല്യാണമൊക്കെ കഴിച്ച് അടിപൊളിയായി ജീവിച്ചു പോകുന്നു എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷം മുമ്പ് ഞാൻ കണ്ടൊരു കേസാണ്. അപ്പോൾ ഇന്നത്തെ കേസ് ഡയറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡീപ്പറായിട്ട് അനലൈസ് ചെയ്യുക. രണ്ടാമത്തെ നമ്മളുടെ റോൾസുകൾ നമ്മളുടെ റോൾസുകൾ റെഡിയാക്കുക. ഒരു അമ്മ ഭാര്യ എന്നൊക്കെയുള്ള നിലയിൽ ഞാൻ ബെസ്റ്റ് ആവാൻ നോക്കുക, എൻ്റെ ഭർത്താവിനും ബെസ്റ്റ് ആവാൻ നോക്കുക, അയാളുടെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അയാളെ പ്രോത്സാഹിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നല്ല ഹാപ്പി ലൈഫുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരാഴ്ച പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.